ടൗൺഷിപ്പിന് പുനർജീവൻ പകരുന്ന ബജറ്റ് പ്രതീക്ഷയോടെ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ജനകീയ ബജറ്റ് അവതരിപ്പിച്ചതോടെ ടൗൺ നവീകരണത്തിനുള്ള പുതിയ പ്രതീക്ഷകൾക്ക് തുടക്കമായി. ടൗൺഷിപ്പിന്റെ മുഖച്ഛായ മാറ്റി എഴുന്നേൽപ്പിക്കാനാണ് ഈ വർഷത്തെ ബജറ്റ് ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ റിജിത ഷലീജ് ബജറ്റ് അവതരിപ്പിച്ചു. ജൂനിയർ സൂപ്രണ്ട് സുബ്രഹ്മണ്യം സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി ആമുഖ പ്രഭാഷണം നടത്തി. കുറ്റിപ്പുറത്തിന്റെ നീണ്ടകാല പ്രശ്നങ്ങളായ ബസ് സ്റ്റാൻഡ് നവീകരണവും പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയതാണ് ബജറ്റ്. ടൗണിന്റെ വ്യാപാര സൗകര്യ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്ന പ്രതീക്ഷയിലാണ് ഭരണസമിതി. വർഷങ്ങളായി മങ്ങിയിരുന്ന ടൗൺ മുഖച്ഛായ പുതുക്കി നിർത്താനുള്ള കരുത്ത് ഈ ബജറ്റിലുണ്ടെന്നാണ് വിലയിരുത്തൽ. ടൗൺ നവീകരണത്തിനായി 1 കോടി രൂപയും പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്കായി 5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ സ്ഥിരം പരിഹാരം കാണുക, കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത മാർഗം കണ്ടെത്തുക, ഗ്രാമീണ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന വികസന കാഴ്ചപ്പാടാണ് പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റിന്റെ പ്രത്യേകത. ബജറ്റ് ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതിനായി സമർപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ, സക്കീർ, ലിജി ജാസ്മിൻ, പഞ്ചായത്ത് മെമ്പർമാരായ പാറക്കൽ ബഷീർ, സുലൈമാൻ, കോമൾ ടീച്ചർ, KP അസീസ്, ഇംപ്ലിമെന്റ് ഓഫീസർ ഡോക്ടർ സുഹൈൽ, മുൻ മെമ്പർ ഫസൽ അലി തങ്ങൾ, AA സുൽഫീഖർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു, സംസാരിച്ചു. പഞ്ചായത്ത് അക്കൗണ്ടിംഗ് രാജേഷ് നന്ദിയും പറഞ്ഞു. വികസനത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കമായി ഈ ബജറ്റ് മാറട്ടെ എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. ആദ്യ ബജറ്റാണ് നിങ്ങൾ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. പോയ വർഷങ്ങളിൽ തുടക്കം കുറിച്ചതും അതോടൊപ്പം പുതിയ വികസനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടുമാണ് 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഞാൻ എൻ്റെ പ്രഥമ ബജറ്റ് അവതരണത്തിനായി ഒരുങ്ങുന്നത് 54,79,50,617 രൂപ വരവും 28,75,87,850 രൂപ ചെലവും 26,03,62,767 രൂപ നീക്കി ബാക്കിയുള്ള മിച്ച ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. സേവന മേഖലയ്ക്ക് 1,20,35,540 രൂപയും ഉൽപാദന മേഖലയിൽ 1,17,540 രൂപയും പശ്ചാത്തല മേഖലയിൽ 7,26,50,000 രൂപയും ഭരണപരമായ ചെലവുകൾക്ക് 3,90,65,000 രൂപയും വകയിരുത്തിയിരിക്കുന്നു. ഭവന പദ്ധതികൾക്കായി 3,98,44,800 രൂപയും വനിതാ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി 78,67,770 രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിനായി 65,39,300 രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി 53 ലക്ഷം രൂപയും അലോപ്പതി ആയുർവേദം ഹോമിയോ മരുന്ന് വാങ്ങലിനായി 23 ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്കായി 44 ലക്ഷം രൂപയും പാലിറ്റി കെയർ ഉൾപ്പെടെ വൃദ്ധജനക്ഷേമത്തിനായി 26,22,590 രൂപയും അംഗനവാടി പോഷകാഹാര പ്രവർത്തനങ്ങൾക്കായി 58 ലക്ഷം രൂപയും വകയിരുത്തിയിരിക്കുന്നു. കുറ്റിപ്പുറം ടൗൺ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് 1 കോടി രൂപയും ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് 5 കോടി രൂപയും വകയിരുത്തിയിരിക്കുന്നു. കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ ഈ ബജറ്റ് എല്ലാ മേഖലയ്ക്കും പ്രാമുഖ്യം നൽകുന്നു. 2026-27 വർഷത്തെ ബജറ്റ് ചർച്ച ചെയ്യുന്നതിന് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.